നമസ്കാരം ചേച്ചി. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പിന്നെ ഇവിടെ പോകാൻ എന്റെ വീട്ടിലല്ലയോ ഞാൻ അല്ല, ഞാൻ വിചാരിച്ചു ഓഫീസിലെങ്ങാനും പോയെന്ന് കരുതി. ഇല്ല ഇല്ല. അല്ല, രാവിലെ ഇത് എങ്ങോട്ടാ? ചേച്ചി, നമ്മുടെ ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ട്. ലക്ഷ്മി മോളെയും കൂടെ കൂട്ടിയിട്ട് അങ്ങ് പോകാന്ന് കരുതി. അത് ശരി. ചെല്ലേ 11:30 കല്യാണം. എന്നാ അങ്ങോട്ട്. ലോകത്തുള്ള സകല കല്യാണത്തിനും കേറി ഇറങ്ങും. പ്രശോഭേട്ടാ എഴുന്നേക്ക്. 11 മണിക്കാ മുഹൂർത്തം. മുഹൂർത്തത്തിന് നമ്മള് പോണ അപ്പൊ കല്യാണം കാണണ്ടേ? കല്യാണം കാണാൻ തോന്നിരിക്കണം. അവൻ താലി എടുത്ത് കെട്ടും, അവൻ പെടും. ഉറക്കത്തിൽ ഓരോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കും. സമയത്തിന് കല്യാണത്തിന് ഇറങ്ങിയില്ലെങ്കിലാണ്. ദേ പ്രശോഭേട്ടാ, അമ്മതാ ഇപ്പൊ വരുവേ. പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്റെ അമ്മ വന്നാ ഞാൻ എന്തിനു പേടിക്കണം? അതിനൊക്കെ നിന്റെ അച്ഛയില്ലേ, നല്ല രജിസ്റ്റേർഡ് തൊലിയും നട്ടലും ഇല്ല. അങ്ങേര് പേടിക്കില്ല. അല്ല ലക്ഷ്മി, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിന്റെ അമ്മ എല്ലാ കല്യാണത്തിനും പോകുമല്ല, ഒരു ഗിഫ്റ്റെങ്കിലും അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. കാരണം എല്ലാ കല്യാണത്തിനും പോയി മൂക്ക് കൂട്ടണ പിന്നെയും ചെയ്യും. ആന്റി അപ്പൊ നീ എന്നെ എന്തെല്ലാം പറഞ്ഞു അന്നേരം മുതൽ ഞാൻ ഇവിടെ നിപ്പുണ്ട്. ഞാൻ ആന്റി വരണമെന്ന് കണ്ടിട്ട് കോമഡി പറഞ്ഞതാ. എടാ, കോമഡി ഏതാണ് സീരിയസ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമേ ഈ സുനിതാ മേനോനുണ്ട്. മനസ്സിലായോ? ഉണ്ടല്ലേ. ഞാൻ കളി പറഞ്ഞതാ ആന്റി, സത്യം. എടാ, ഞാൻ നിന്നെ എന്റെ സ്വന്തം മോനെ പോണക്കല്ലടാ ഇത്ര നാളും കരുതിയത്. നിന്റെ വായിന്നാണോടാ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഞാൻ കേട്ടത്. കഷ്ടം. ആന്റി, ഞാൻ പറഞ്ഞില്ലേ, സത്യമായിട്ട് ഞാൻ ഒരു തമാശ പറഞ്ഞതാ. അമ്മ വന്നോ? പിന്നെ ആന്റി വന്നിട്ട് കുറച്ചു നേരമായി. നീ ഒരു കാര്യം ചെയ്യ്, ആന്റിക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി വിട്. ഞാൻ അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് വരാം. വേഗം റെഡിയാ. എന്താ അമ്മേ, എന്തൊരു വിഷമം? അവൻ പറഞ്ഞത് കേട്ടോ നീ? ഞാൻ ഈ കല്യാണ വീടെല്ലാം പോകുന്നത് തിന്നാൻ വേണ്ടി പോകുന്നതാണോ? പ്രശോഭേട്ടനോ? ഓ, ചുമ്മാ അത് കാര്യാക്കണ്ട, അത് വെറുതെ പറഞ്ഞതായിരിക്കും. എടേ, അറിയാതെ പറഞ്ഞാണല്ലോ. അവന്റെ ഉള്ളിരിപ്പ് എന്നാന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, അമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. എനിക്ക് ചായ ഒന്നും വേണ്ട. നീ വാ, നമുക്കൊരു വല്ല ഹോട്ടലും കയറിപ്പോ. ഓട്ടോയിലോ? കാറുള്ളപ്പോ എന്തിനാ ഈ ഓട്ടോയിൽ പോണേ? എടി, ഇത്രയും പറഞ്ഞേച്ച് ഞാൻ ഇനി അവന്റെ കൂടെ കാറിൽ കയറി വരണോ? ഞാൻ പുറത്തിരിക്കാം. ഒരുങ്ങി വാ നീ. അമ്മേ, എന്തിന്റെ കേടായിരുന്നു? കളിക്കണൊക്കെ കൊള്ളാം, കള്ളക്കളി കളിക്കില്ലേ? നീയും കളിക്കില്ല. ഞാൻ കളിക്കുന്നില്ല. അതിന് മുമ്പേ ടെസ്റ്റ് ഉണ്ട്. ഇത് എത്ര? 2. അപ്പൊ ഇതെത്ര? 5. അപ്പൊ ഇതെത്ര? 1. അപ്പൊ ഇത് 2. അപ്പൊ ചെറുമേക്ക് കാണാം. ഇല്ല, സത്യം കണ്ടൂടാ. കണ്ടൂടല്ല? ഇല്ല. കറങ്ങ സ്റ്റാർട്ട്. അയ്യേ, ചെറുമേക്കിനെ പിടിക്കാൻ പറ്റൂലല്ലോ. എവിടെ പറ്റൂലല്ലോ, ഞാൻ അടുത്താണുള്ളത്. ലക്ഷ്മി മോളെ, എടീ, കാലത്ത് എന്നെ കൊന്നടി, ഓടി വാടി. എന്റെ മുട്ട്. അയ്യോ ലക്ഷ്മി. അയ്യോ അമ്മേ, എന്താ ഇവളെന്നെ ഉരുട്ടിയിട്ടടി. അയ്യോ അല്ല, നീ എന്ത് പരിപാടി കാണിച്ചേ? ചേച്ചി അറിയാതെ തട്ടി വീണതാ ചേച്ചി. അറിയാതെ നീ മനഃപൂർവ്വം ചെയ്തായിരിക്കും. മിണ്ടായിരിക്കടി, നീ കയറിപ്പോ. അമ്മ അല്ല, നമ്മൾ കളിച്ചപ്പോ അറിയാതെ തട്ടി വീണതാ. നിന്നോട് ഞാൻ സമയം ഇങ്ങനെയാണോടി തട്ടിയിടുന്നത്? അത് എന്നെ തട്ടിയിട്ടതല്ല. അമ്മ, വേദനയുണ്ടോ? എടി, മുട്ട് ഉളുക്കിയെന്നാണ് തോന്നുന്നത്. അയ്യോ, കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. മുട്ട് ഉളുക്കിയിരിക്കണോടി കല്യാണത്തിന് പോന്നെ. എന്നെ പൊക്കി എവിടെയല്ലോ നിർത്തടി. വെള്ളം നനച്ച് കാലി തടവിയാ മതി. നീ മിണ്ടരുത്. വെള്ളം തട്ടി തടവുന്നു. നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ. അയ്യോ, ചേച്ചിയുടെ അമ്മ എനിക്ക് തള്ളിയിട്ട് എനിക്ക് എന്ത് സുഖം കിട്ടാനാ? മനസുഖം അത് തന്നെ. എന്റെ അമ്മയെ തള്ളിയിടുമ്പോ നിനക്ക് മനസ്സിനൊരു സുഖം. നീ ഇത് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാ. അല്ല, പിങ്കിമോട് ചോദിച്ചു നോക്ക്. അല്ല അമ്മ, നമ്മള് കളിച്ചോണ്ടിരുന്നപ്പോ തട്ടി താഴെ വീണതാ. പിങ്കി, ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നു മിണ്ടായിരിക്കെ. കയറിപ്പോടിയാത്ത. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.